മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ദൈവം നമ്മുടെ പിഴകൾ ക്ഷമിക്കണം എന്നത്. ലോകം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് പാപക്ഷമ ലഭിക്കുന്നത്. എല്ലാം നേടിയിട്ട് അത് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് പോലെയാണ് ലോകത്തിൽ ധനം, പ്രസിദ്ധി, അധികാരം തുടങ്ങിയ ഒരു മനുഷ്യന് നേടാനാവുന്നത് എല്ലാം നേടിയിട്ട് മരിക്കുമ്പോൾ ആത്മാവ് നരകത്തിൽ പോകുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. പാപക്ഷമ നൽകുവാൻ ദൈവത്തിന് മാത്രമാണ് അധികാരം. ആകയാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യം നടക്കേണ്ടതും അത്യാവശ്യം നടക്കേണ്ടതുമായ കാര്യം പാപം മോചിച്ചു കിട്ടുകയാണ്. പാപം ദൈവം ക്ഷമിക്കാൻ തടസ്സമായി നിലകൊള്ളുന്ന പല കാര്യങ്ങളുമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്ത ഒരാൾക്ക്, മരണാനന്തര ജീവിതം വിശ്വസിക്കാത്ത ഒരാൾക്ക്, യേശുക്രിസ്തു ദൈവപുത്രനെന്നും തൻ്റെ പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ മാത്രമെന്ന് വിശ്വസിക്കാത്ത ഒരുവന് പാപക്ഷമ ലഭിക്കുകയില്ല. തൻ്റെ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടാത്ത ഒരുവന് പാപക്ഷമ ലഭിക്കുകയില്ല. അതുപോലെ യേശു വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും വ്യക്തിയോട് ഹൃദയത്തിൽ വെറുപ്പോ പകയോ പിണക്കമോ അസൂയയോ ക്ഷമിക്കാനാകാതെ ഇരുന്നാലോ ദൈവം അവൻ്റെ പാപവും ക്ഷമിക്കുകയില്ല. ജീവിതത്തിൽ ഏതെങ്കിലും വിഷമം ഒരാളിൽ നിന്നെങ്കിലും അനുഭവിക്കാത്ത ആരും ലോകത്തിലില്ല. എന്നാൽ ഒരു ദൈവപൈതലായിരിക്കാൻ അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. ദൈവപിതാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ തൻ്റെ മക്കളിലും ഉണ്ടാകാൻ അവിടുന്ന് കൽപ്പിക്കുന്നു. നാം പാപത്താൽ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ തന്ന് രക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിറയട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾ ദൈവം നടത്തിത്തരാൻ പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം നിത്യജീവൻ ഉറപ്പുവരുത്താൻ ആവശ്യമായത് ചെയ്യുക എന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.